ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള PDF ഫയലിന് എങ്ങനെയാണ് നമുക്ക് പാസ്വേഡ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ചില സമയം നമ്മൾ ഡൗൺലോഡ് ആക്കിയ PDF ഫയലൊക്കെ പാസ്വേഡ് കൊടുക്കാൻ വരും. ആ ഒരു പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള PDF ഫയലിന് ഇതുപോലെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പം ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് PDF പാസ്വേഡ് പ്രൊട്ടക്ടർ എന്ന് ടൈപ്പ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ വന്നിട്ടുള്ളൊരു ആപ്പാണിത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡോബ് അക്രോബാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫയലിന് പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അഡോബ് അക്രോബാറ്റിൽ പാസ്വേഡ് കൊടുക്കുന്നത് പ്രീമിയം വെർഷനാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി PDF പാസ്വേഡ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, വെറും 9.2 MB ഉള്ള ഒരു ആപ്പാണ്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് PDF ഫയലിന് പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്, PDF പാസ്വേഡ് പ്രൊട്ടക്ടർ. ഓക്കെ, ഈ ഒരു ആപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. ആപ്പ് തുറക്കുവാണ്. ഈ ഒരു ആപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ലോഗിൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് സെലക്ട് PDF എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പം നമുക്കിവിടെ സെലക്ട് PDF എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണും. അപ്പം ഞാൻ ആ ഒരു സെലക്ട് PDF എന്ന് പറഞ്ഞ ഇത് തൊടുവാണ്. അപ്പം ഞാൻ ഈ പെർമിഷൻ അലോ കൊടുക്കാൻ വേണ്ടി പോവാണ്. പെർമിഷൻ അലോ കൊടുക്കുന്നു. ഓക്കെ, പെർമിഷൻ അലോ കൊടുത്തതിന് ഒന്നും കൂടി ആ ഒരു സെലക്ട് PDF തൊടുവാണ്. ഓക്കെ, സെലക്ട് PDF തൊടുമ്പോൾ നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ മാനേജറിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഡൗൺലോഡ്സ് പോയിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു PDF ആയിരുന്നു. ഓക്കെ, ഞാൻ ഗൂഗിളിൽ നിന്ന് വെറുതെ ഇത് കാണിക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു PDF ആണിത്. അപ്പോൾ ഈ ഒരു PDF സെലക്ട് ചെയ്യുവാണ്. ഈ ഒരു PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ആ ഒരു PDF വന്നിട്ടുണ്ട്, BMF എന്ന് പറഞ്ഞിട്ട് ആ ഒരു PDF വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് കൊടുക്കുവാണ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഓണർ പാസ്വേഡ്, യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതായത് ഓണർ പാസ്വേഡും പിന്നെ യൂസർ പാസ്വേഡും. ഇതിൽ എന്താണ് ഓണർ പാസ്വേഡ്, എന്താണ് യൂസർ പാസ്വേഡ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് യൂസർ പാസ്വേഡ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ PDF തൊടുമ്പം അത് ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, യൂസർ കൊടുക്കുന്ന പാസ്വേഡ്. അതായത് ഈ യൂസർ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ തുറക്കാൻ വേണ്ടി ഈ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടി വരും. യൂസർ ഈ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടി വരും. ഇനി എന്താണ് ഓണർ പാസ്വേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓണർ പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ ഓണർ പാസ്വേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയലിൽ എഡിറ്റ് ചെയ്യാൻ, അതായത് ഈ ഒരു ഫയലിൽ മാറ്റങ്ങൾ വരുത്താൻ, ഇതിലെ ടെക്സ്റ്റ് മാറ്റം വരുത്താൻ, അതുപോലെ തന്നെ ഈ ഒരു ഫയലിൽ പ്രിൻ്റ് എടുക്കാൻ, അതുപോലെ തന്നെ ഈ ഒരു ഫയലിലെ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്താണ് ഓണർ പാസ്വേഡ് കൊടുക്കണം. അപ്പം ഈ ഒരു ഫയൽ തുറക്കാൻ വേണ്ടി ഓണർ പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ, ഓണർ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ തുറക്കാൻ അത് ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഫയൽ എഡിറ്റ് ചെയ്യാനോ പ്രിൻ്റ് എടുക്കാനോ ഒക്കെ ഓണർ പാസ്വേഡ് കൊടുക്കണം. യൂസർ പാസ്വേഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫയൽ തുറക്കാൻ വേണ്ടി മാത്രമാണ് യൂസർ പാസ്വേഡ്. അപ്പോൾ ഞാനിവിടെ ഒരു യൂസർ പാസ്വേഡ് കൊടുക്കുകയാണ്, 1 2 3 ആണ്. ഓണർ പാസ്വേഡും കൊടുക്കുകയാണ്, 1 2 3 ആണ്. ഓക്കെ, അപ്പം ഇതിന് ആഡ് പാസ്വേഡ് കൊടുക്കുന്നു. എൻ്റർ PDF നെയിം ഞാൻ വെറുതെ ഒരു പേര് കൊടുക്കുന്നു, സേവ് ആക്കുന്നു. ഓക്കെ, അപ്പം PDF ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, പാസ്വേഡ് PDF ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊടുത്ത് റിസൾട്ട് തൊടുമ്പോൾ ഒരു PDF ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ ഒരു PDF തൊടുവാണ്. PDF ഞാൻ ഡ്രൈവർ ഓക്കെ, അപ്പോൾ ഈ ഒരു PDF തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ പാസ്വേഡ് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് 1 2 3 ഇതാണ് യൂസർ പാസ്വേഡ് എന്ന് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു PDF തുറക്കുമ്പം വരുന്ന പാസ്വേഡ് ഇതാണ് യൂസർ പാസ്വേഡ്. എന്നിട്ട് ഞാൻ ഓപ്പൺ അടിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF തുറന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ആ ഒരു യൂസർ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു PDF തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് കൊടുക്കാൻ വരും. ആ ഒരു പാസ്വേഡ് കൊടുക്കുക, തുറക്കുക. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഫയലിന് പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും വരുന്നതായിരിക്കും.